വെൽക്കം ടു ഫ്രീ ടോക്ക് ബോക്സ്. നമ്മുടെ ദുബായിൽ 2026 എയർ ടാക്സി വരാൻ പോവാണ്. അതിന്റെ ഒരു പരീക്ഷണ പറക്കലാണ് ഈ അടുത്ത് നടന്നത്. 2025 ജൂൺ 30 ആയിരുന്നു നമ്മുടെ ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. 10,000 മൈൽ ഇവരെടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് കമ്പനിയാണ് ഇതിന് ബിൽഡ് ചെയ്തേക്കുന്നത്. ജോൺ ബെൻ ആണ് ഈ കമ്പനിയുടെ CEO എന്ന് പറയുന്നത്. ജോബി ഏവിയേഷൻ ആണ് ഇതിനെ റൺ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും. ദുബായ് RTA അതായത് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയും ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. പൈലറ്റ് കൂടാണ്ട് 4 പേർക്ക് അറ്റ് ടൈമിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 320 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 160 കിലോമീറ്റർ ഒറ്റ സ്ട്രിപ്പിൽ ഇതിന് പറക്കാൻ പറ്റും. ശബ്ദം വളരെ കുറവാണ്. ഹെലികോപ്റ്ററിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ശബ്ദ മലിനീകരണം കുറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് ഫുള്ളി പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലാണ്. നമുക്കിനി 2026 കിട്ടാൻ വെറും കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് മാസങ്ങളോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 2026 26 കൂടിയിട്ട് അവിടെ എയർ ടാക്സി റിലീസ് ചെയ്യുമെന്നാണ് അവരുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ ഭാഗമായിട്ട് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് പ്ലം ജുമൈറ, അതേപോലെ ദുബായ് മറിയൻ, ഡൗൺ ടൗൺ ദുബായ് എന്നിവിടങ്ങളിലേക്ക് ആയിരിക്കും ആദ്യം ഇതിന്റെ സർവീസ് തുടങ്ങുക എന്ന് പറയുന്നത്. അത് പ്ലം ജുമൈറയിലേക്ക് എത്താൻ ഏകദേശം 12 മിനിറ്റ് കൊണ്ട് ഫ്ലൈ ചെയ്ത് എത്തുമെന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ ടാക്സി വെച്ച് നോക്കുവാണെങ്കിൽ 45 മിനിറ്റ് ട്രാവൽ ചെയ്യേണ്ട സ്ഥലത്ത് ഇത് 12 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്ത് എത്തുമെന്ന് പറയുന്നത്. സേഫ്റ്റിയും കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ദുബായിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ സാധനം ഇറക്കുള്ളൂ. ജോബി ഏവിയേഷനും അതുപോലെ തന്നെ ദുബായ് RTA 6 വർഷത്തെ കരാറിലേക്കാണ് ദുബായ് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി ഇവർക്ക് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാറ്ററി ആയതുകൊണ്ട് കാർബണിന്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം, പൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ UAE ഭരണകൂടം ഇതിനെ ഭയങ്കരമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഇലക്ട്രിക്കലാണ്, അവർക്ക് വരുന്ന മലിനീകരണം ശരിക്കും കുറയ്ക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇതിനെല്ലാവരും നല്ല രീതിയിലാണ് അവിടെ ഏറ്റെടുക്കുന്നതൊക്കെ. എയർ ടാക്സി പരീക്ഷണ പറക്കൽ വിജയകരമായി നടപ്പിലാക്കിയ ഒരു നഗരമാണ് ദുബായ് എന്ന് പറയുന്നത്. ദുബായിലെ RTA ആയിരിക്കും ഇതിന്റെ ഫൈനൽ നിരക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇതൊരു സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഒരുപാട് വലിയ ഹൈ കോസ്റ്റിലേക്ക് ഇതിന്റെ ഫ്ലൈയിങ് കോസ്റ്റ് കൊണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ദുബായ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇറങ്ങുമ്പോൾ പബ്ലിക്കലി അവരെല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റിലായിരിക്കും അവർ ഇറക്കാന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഡ്രോൺ പോലെയാണ് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞ ഒരു ഡ്രോൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ടേക്ക് ഓഫും അതേപോലെ തന്നെ ഇതിന്റെ ലാൻഡിങ്ങും ഇതിന്റെ ഫ്ലൈയിങ് എന്നൊക്കെ പറയുന്ന ഒരു ഡ്രോണിന്റെ സമാനത രീതിയിലാണ്. കാരണം ടേക്ക് ഓഫും അതേപോലെ തന്നെ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്, പൊക്കവും താഴ്ത്തുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലമോ അല്ലെങ്കിൽ റണ്ണിങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഒരു ഹെലികോപ്റ്റർ പ്രവർത്തിക്കുന്നതിൽ പൊങ്ങുക, താഴുക, വരിക, അതിനുശേഷം പൊങ്ങിയതിന് ശേഷം റോട്ടറുകൾ തിരിഞ്ഞ് നമ്മുടെ ഒരു മറ്റേ ഡ്രോൺ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോകും. അങ്ങനത്തെ സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം പറയുന്നത് ടാക്സി സർവീസിനേക്കാൾ ഒരു 30 to 40% കൂടുതൽ പൈസ ഉണ്ടാവും ഇതിന്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഫൈനൽ റിസൾട്ടോ അല്ലെങ്കിൽ ഫൈനൽ പ്രൈസോ എന്ന കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടില്ല. അപ്രോക്സിമേറ്റ് ഒരു 50% ടാക്സിയിൽ നിന്ന് ഒരു 50% ഇൻക്രീസ് മാത്രമേ വരുവുള്ളൂ എന്നാണ് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. അതിന് ഇതുവരെയും RTO അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടില്ല. അത് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിലുകളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. 6 മോട്ടറുകളാണ് ഈ സാധനത്തിന്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ പൈലറ്റ് കൂടാണ്ട് 4 പേർക്ക്, അപ്പൊ പൈലറ്റോടും കൂടി ഏകദേശം ഒരു 5 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. ലിഥിയം അയൺ ബാറ്ററിയാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 10,000 ഫ്ലൈയിങ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയിലുള്ള ഒരു ബാറ്ററി സിസ്റ്റമാണ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. 2026 Q1 എന്ന് പറയുന്ന എയർ സ്ട്രിപ്പ് നിർമ്മിച്ച് അവിടെ നിന്ന് ഫ്ലൈയിങ് തുടങ്ങാനാണ് അവിടുത്തെ RTA തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളും അതിനുള്ള ടെസ്റ്റിങ്ങും അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നാണല്ലോ അവർ 2026 ആകുമ്പോഴത്തേക്കും പുറത്തിറക്കും. നമ്മളൊക്കെ എവിടെയല്ലേ. എന്നാണേലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ ഡ്രൈവർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അത്ര വലിയ ഉദാഹരണമാണ്. ഈ സാധനമൊക്കെ ഇപ്പൊ പൈലറ്റ് മുഖാന്തരമാണ് പറക്കുന്നതെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഈ സാധനങ്ങളൊക്കെ ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിലേക്ക് മാറും. കാരണം ഒരു പൈലറ്റിന് ആവശ്യമില്ലാതെ ഇത് പറക്കാനും മുങ്ങാനും താത്താനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പൊ അത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കൊരു പേടി, ഒരു അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഡ്രൈവർമാരൊക്കെ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൈലറ്റ്മാരൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഈ സാധനം ഒന്നും ഉണ്ടാകുകയല്ല, ഇതൊക്കെ എടുത്ത് കളയും. ടെസ്ലയുടെ പുതിയ കാർ ഡെലിവറി ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ടെസ്ലയുടെ പുതിയ കാർ അവരുടെ കസ്റ്റമറിന് ഡെലിവറി ചെയ്തതെന്ന് പറയുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ്, കാർ തന്നെ ഡ്രൈവ് ചെയ്ത് പോയാണ് ഓണറിന്റെ അടുത്ത് എത്തിയത്. അത്രത്തോളം ടെക്നിക്കലി അത്രത്തോളം എക്സ്പാൻഡഡ് ആയിക്കൊണ്ടിരിക്കുന്നു സാധനമെല്ലാം.